അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു നിഅമത്താണല്ലോ നമ്മുടെ ഭക്ഷണം. ഒരു ഭക്ഷണം നമ്മളെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ പിന്നാലെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ആദ്യത്തേത് റബ്ബ് ഉദ്ദേശിക്കുക എന്നത് തന്നെയാണ്. റബ്ബ് നമുക്കൊരു ഭക്ഷണം നൽകണമെന്ന് അവൻ ഉദ്ദേശിച്ചപ്പോൾ പിന്നീട് അതിൻ്റെ പിന്നാലെ കുറേ കാര്യങ്ങൾ നടന്ന് അങ്ങനെയാണ് ഒരു ഭക്ഷണം നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത്. അല്ലാതെ നമ്മുടെ അധികാരം കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ മുമ്പിൽ ഭക്ഷണം എത്തുന്നത്. പണമുള്ള എത്രയോ ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. പക്ഷേ അവർക്ക് ഒരു പിടി ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ, കഴിക്കാനുള്ള ആരോഗ്യം അവർക്ക് ഇല്ലാതെയാകുന്നു. അപ്പോൾ പണമുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്നില്ല, ഭക്ഷണം ഉണ്ടാകണമെന്നില്ല. എല്ലാം റബ്ബ് നിശ്ചയിക്കണം, റബ്ബ് തീരുമാനിക്കണം. അപ്പോൾ ആ നൽകിയ ഭക്ഷണം നാം എത്രമാത്രം ഗൗരവത്തോടു കൂടെ എത്രമാത്രം റബ്ബിനെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു എന്ന് നാം സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ഏതൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്കൊക്കെ അറിയുന്ന വിഷയം തന്നെയാണ്, പക്ഷേ നാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നാം മറന്നുപോകുന്നു. ഒരിക്കലും പോലും നാം മറന്നു പോകരുത്. റബ്ബിൻ്റെ പേര് പറഞ്ഞ്, ബിസ്മി പറഞ്ഞ്, റബ്ബിൻ്റെ പേര് പറഞ്ഞ് നാം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു തൗഫീക്ക് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ ഒരു ഭക്ഷണം വന്നപ്പോൾ റബ്ബിനെ ഓർത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബേ നീയാണ് എനിക്ക് ഈ ഭക്ഷണം തന്നത്. എനിക്ക് പണം കൊണ്ട് ഞാൻ ഈ ഭക്ഷണം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നാലൊക്കെയും പ്രവർത്തിച്ചവൻ, ഉദ്ദേശിച്ചവൻ, എന്നിലേക്ക് എത്തിച്ചവൻ നീ തന്നെയാണ് അല്ലാഹ്. നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് ആ സമയത്ത് റബ്ബിനെ ഓർക്കാൻ തൗഫീക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും പോലും നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ബിസ്മി പറയുന്നത് മറന്നു പോകരുതേ. നമ്മുടെ കുടുംബക്കാരോട് നാം അത് ഓർമ്മപ്പെടുത്തണം. പ്രത്യേകിച്ച് നമ്മളെ മക്കളോട് ചെറുപ്പത്തിൽ തന്നെ അവരെ ബിസ്മി പറഞ്ഞ് ശീലിപ്പിക്കണം. അതേ സമയത്ത് ഭക്ഷണം കഴിഞ്ഞതിൻ്റെ ശേഷം റബ്ബിനോട് ഹംദ് പറയാൻ ഒരിക്കലും മറന്നു പോകരുത്. എന്തുമാത്രം നിർബന്ധമാണ് ഹംദ് പറയൽ. കാരണം നമ്മളെ മുമ്പിൽ ഭക്ഷണമുണ്ടെങ്കിലും അത് കഴിക്കാൻ എനിക്ക് തൗഫീക്ക് ഉണ്ടാകണമെന്നില്ല, ആരോഗ്യമുണ്ടാകണമില്ല. ഇനി രുചിയുള്ള ഭക്ഷണം തന്നെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, കൊതിയുണ്ടെങ്കിൽ പോലും അത് തിന്നാനുള്ള ഭാഗ്യമില്ല. അങ്ങനെ എത്രയോ ആൾക്കാർ ഇന്ന് നമ്മളെ മുമ്പിലുണ്ട്. ഇനി ഭക്ഷണം തിന്ന ഭക്ഷണം പോലും അത് വേണ്ടതുപോലെ ജീർണത ആവാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവർ എത്ര ആൾക്കാർ നമ്മളെ മുമ്പിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ റബ്ബ് നമുക്ക് എത്രമാത്രം തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അതിനെ ഓർത്തുകൊണ്ട് ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബേ നിനക്ക് സ്തുതിയാണെന്ന് പറഞ്ഞ് ഹംദ് പറയാൻ നാം ഒരിക്കലും മറന്നു പോകരുത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റബ്ബിനെ ഓർക്കണം എന്നതിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഓരോരു പൊടി, ഓരോരു ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോൾ അല്ലാഹ് ബിസ്മില്ലാ എന്ന് ഓരോരു പ്രാവശ്യം പറയണമെന്ന് പോലും പറഞ്ഞ മഹാന്മാരുണ്ട്. എന്താണ്? ആദ്യം മാത്രമല്ല, ഓരോരു പൊടി ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബിസ്മി പറയേണ്ടതുണ്ട്. അത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞവർ പോലും മഹാന്മാരുണ്ട്. എന്തേ അങ്ങനെ പറയാൻ കാരണം? അത്രമാത്രം ഗൗരവമാണ്, അത്രമാത്രം പൗരുഷമാണ്, അത്രമാത്രം വലിയൊരു നിഅമത്താണ് റബ്ബ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അത് മറന്നു പോകരുതേ, അത് ഒരിക്കലും നാം മറന്നു പോകരുതേ. ഭക്ഷണത്തിൻ്റെ മര്യാദ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാന്മാർ മറ്റൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നീയത്തുണ്ടാകണം. ഏതൊരു പ്രവൃത്തിയും നീയത്തുണ്ടെങ്കിൽ അത് ഇബാദത്താണല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലും ഇബാദത്ത് ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്താ? ആ സമയത്ത് നല്ലൊരു നീയത്തുണ്ടാകണം. എൻ്റെ ഈ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് എൻ്റെ ഇബാദത്തിന് ഉന്മേഷം കിട്ടാനാണ്,
ആവേശം കിട്ടാനാണ്, എൻ്റെ തടികൾക്ക് നല്ല ശക്തി കിട്ടാനാണ്. എനിക്ക് ശക്തികളൊക്കെ കിട്ടിയാൽ എനിക്ക് ധാരാളം നിസ്കരിക്കാമല്ലോ, ധാരാളം ഖുർആൻ ഓതാമല്ലോ, ധാരാളം നന്മകൾ ചെയ്യാമല്ലോ, ധാരാളം ഇബാദത്തുകൾ ചെയ്യാമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ ഭക്ഷിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ തിന്നുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് എന്നൊരു നിയത്ത് നമ്മളെ കൽബിലുണ്ടെങ്കിൽ ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും ആ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. കുറേ ഫലങ്ങൾ അള്ളാഹു അതിലൂടെ നമുക്ക് നൽകും. ഇനി ഭക്ഷണവുമായിട്ട് എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതൊക്കെയും റബ്ബ് അത്തരത്തുള്ള നിയത്തിൻ്റെ പ്രതിഫലമായിട്ട് റബ്ബ് തട്ടിക്കളയുമെന്നാണ് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹു നൽകിയ ഭക്ഷണം അത് വലിയൊരു നിഅമത്താണ്. ഇന്ന് ലോകത്ത് എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രമാത്രം കൊതിയാവുകയാണ് അവർക്ക്. അത് അവർക്ക് വലിയ ആഡംബരമായ ഭക്ഷണം കിട്ടണമെന്നില്ല. ഒരു ചെറിയൊരു വിശപ്പ് സഹിക്കുന്നതിനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ കിട്ടിയാൽ മതി ആഗ്രഹിക്കുന്ന എത്രയോ നമ്മളെ പോലത്തെ മനുഷ്യന്മാരുണ്ട്. ആ സമയത്താണ് നല്ല ഇസ്സത്തോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ നമ്മളെ വീട്ടിലിരുന്ന് നമ്മളെ കുടുംബക്കാരോടുകൂടെ ഒരു ദിവസം ഒരു 3 നേരം നല്ല റാഹത്തോടുകൂടെ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ള അവസ്ഥ ആ വലിയൊരു നിയമത്ത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് നാം ശുക്ർ ചെയ്യേണ്ടതില്ലേ? റബ്ബിന് സ്തുതി പറയേണ്ടതില്ലേ? അല്ലാഹുവിനെ ഓർക്കേണ്ടതില്ലേ? ആ സമയത്ത് റബ്ബിനെ മറക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ധിക്കാരം തന്നെയാണല്ലോ. വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട, ഓർക്കേണ്ട ഒരു വിഷയമാണ്. റബ്ബിനെ ഓർത്തുകൊണ്ട് എല്ലാ പ്രവൃത്തികളും, പ്രത്യേകിച്ച് ഭക്ഷണം അവനെ ചിന്തിച്ചുകൊണ്ട് ആയിരിക്കട്ടെ. ആ നിലക്ക് ഭക്ഷിക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.